പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ ഇനത്തിൽ ഒരു പുതിയ പരീക്ഷ കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് 4ാമത്തെ സെമിസ്റ്ററിന്റെയാണ്. 2011, 2012, 2013 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരുന്ന BA, BSc, BCom, BBA, BA അഫ്സൽ ഉൽ ഉലുമ, BMMC തുടങ്ങിയിട്ടുള്ളവരുടെ 4ാമത്തെ സെമസ്റ്റർ പരീക്ഷാ തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരീക്ഷ ആരംഭിക്കുന്നത് മെയ് 31 തീയതിയാണ്. അതായത് വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ 2011, 12, 13 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, 2011 രജിസ്റ്റർ ചെയ്ത് 2014 കോഴ്സ് കഴിഞ്ഞവർ, 2012 കോഴ്സിന് രജിസ്റ്റർ ചെയ്ത് 2015 കോഴ്സ് കഴിഞ്ഞിറങ്ങിയവർ, 2013 കോഴ്സിന് രജിസ്റ്റർ ചെയ്ത് 2016 കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ആളുകൾ, അവരുടെ 4ാമത്തെ സെമസ്റ്റർ പരീക്ഷയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് 31 ആരംഭിക്കുന്നത്. ഇത് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്തിരുന്ന വിദ്യാർത്ഥികളുടേതാണ്. പ്രൈവറ്റായി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്തിരുന്ന ഡിഗ്രിക്കാരുടെ 4ാമത്തെ സെമസ്റ്റർ പരീക്ഷയാണ് മെയ് 31 ആരംഭിക്കുന്നത്. റെഗുലർ അഫിലിയേറ്റഡ് കോളേജിലെ വിദ്യാർത്ഥികളുടേതല്ല. ഓർക്കുക, സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2011, 12, 13 വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്ത BA, BSc, BCom, BMMC, BA അഫ്സൽ ഉൽ ഉലുമ, BBA തുടങ്ങിയിട്ടുള്ളവരുടെ 4ാമത്തെ സെമസ്റ്റർ പരീക്ഷയാണ് മെയ് 31 ആരംഭിക്കുന്നത്. പരീക്ഷ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 മുതലാണ് സാധാരണഗതിയിൽ. അതേസമയം വെള്ളിയാഴ്ചകളിൽ മാത്രം 2 മണിക്കാണ് ആരംഭിക്കുക. പരീക്ഷ തുടങ്ങുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് പരീക്ഷാ ഹാളിൽ നിങ്ങൾ ഹാജരായിട്ടുണ്ടാവണം. പരീക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടാഗോർ നികേതനും അതോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ തന്നെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കോഹിന്നൂരാണ്. കോഹിന്നൂരുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് കോളേജുമാണ് പരീക്ഷാ കേന്ദ്രം. ഒന്ന് ടാഗോർ നികേതനാണ്, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റോപ്പിൽ തന്നെയാണ്. രണ്ടാമതുള്ളത് കോഹിന്നൂരാണ്. യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്ത സ്റ്റോപ്പാണ് കോഹിന്നൂർ എന്ന് പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഞ്ചിനീയറിംഗ് കോളേജാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇങ്ങനെ 2 സ്ഥലങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷ കൃത്യമായി തന്നെ നടക്കും. ഡേറ്റുകൾ മാറ്റിവെക്കുന്ന സാഹചര്യങ്ങളൊന്നും വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയുടെ കാര്യത്തിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് മെയ് 31 തന്നെ കൃത്യമായി പരീക്ഷ ആരംഭിക്കും. വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോട് എല്ലായ്പ്പോഴും ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് കുറേ കാലത്തിന് ശേഷം വന്നിരിക്കുന്ന പരീക്ഷയാണ്. നിങ്ങൾ വലിയ ഫീസ് അടച്ച് ആണ് പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വലിയ ഫീസ് അടച്ച് പരീക്ഷ എഴുതുകയാണ് എന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തു തരുന്നില്ല. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ലിബറൽ ആയിട്ടുള്ള യാതൊരു അപ്രോച്ചുമില്ല. എല്ലാവരും വലിയ ഫീസ് അടച്ച് പരീക്ഷ എഴുതുന്നതല്ലേ, എന്നാൽ പിന്നെ എല്ലാവരെയും പാസ്സാക്കിയേക്കാം എന്ന നിലപാടൊന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പരീക്ഷ നടത്തുന്നത്. സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് വാല്യുവേഷൻ നടത്തുന്നതും. അത് മേഴ്സി ചാൻസായി പരീക്ഷ നടക്കുമ്പോഴാണെങ്കിലും, വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയായിട്ട് നടക്കുമ്പോഴും, സ്പെഷ്യൽ സപ്ലിമെന്ററി പരീക്ഷയാണെങ്കിലും, സാധാരണ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകളാണെങ്കിലും ഒക്കെ പരീക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടക്കുന്നു. വാല്യുവേഷനും താരതമ്യേന സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് നടക്കാറ്. കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ റിസൾട്ടുകൾ പരിശോധിച്ച് നോക്കിയാൽ പലരും 1 മാർക്കിനൊക്കെ തോറ്റത് കാണാം. വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയൊക്കെ എഴുതിയിട്ട് 1 മാർക്കിനൊക്കെ തോറ്റവരുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം 1 മാർക്കാണെങ്കിൽ പോലും യൂണിവേഴ്സിറ്റി പാസ്സാക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ സൂചനയാണ് അത് നൽകുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി എങ്ങനെയെങ്കിലും പാസ്സാക്കിക്കോളും എന്ന ഉദ്ദേശത്തോടു കൂടി ആരും പരീക്ഷ എഴുതാൻ പോകരുത്. നിങ്ങൾ കൃത്യമായി പഠിച്ച് കൃത്യമായി ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. അങ്ങനെ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പാസ്സാവൂ. പരീക്ഷ എഴുതാൻ പോകുന്നവരോട് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, 40% പരീക്ഷയ്ക്ക് പാസ്സാവുന്നതിന് വേണ്ടത്, അല്ലെങ്കിൽ 35% പരീക്ഷയ്ക്ക് പാസ്സാവുന്നതിന് വേണ്ടത് എങ്കിൽ അത്രയും തന്നെ പഠിച്ച് പരീക്ഷ എഴുതാമെന്നും കരുതരുത്. 40% മാർക്ക് വേണം പാസ്സാവാൻ. അതുകൊണ്ട് 40%-നുള്ളത് അല്ലെങ്കിൽ 40 മാർക്കിനുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ച് എഴുതണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. പകരം 40 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു 70 മാർക്കിനുള്ളതെങ്കിലും പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടാവണം. കാരണം നിങ്ങൾ നേരത്തെ പരീക്ഷ എഴുതിയിരുന്ന സമയത്ത് കുറേ പേപ്പറുകൾ തുടർച്ചയായി പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഓർമ്മ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാവും.
ഇപ്പോഴങ്ങനെയല്ല. കുറേ കാലത്തിന് ശേഷമാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത്. മറ്റ് സബ്ജക്റ്റുകളുമായിട്ടുള്ള എല്ലാ ബന്ധവും വിട്ടുപോയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അത് തന്നെ ടെക്സ്റ്റുകളോ ബുക്കുകളോ ഒന്നും തന്നെ നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. പലതും പഴയത് തന്നെയായിരിക്കും. നേരത്തെ എഴുതിയിട്ട് തോറ്റ പേപ്പറാണ്. നേരത്തെ കിട്ടിയിരുന്ന കൈവശമുണ്ടായിരുന്ന സ്റ്റഡി മെറ്റീരിയലോ ടെക്സ്റ്റ് ബുക്കുകളോ ഒക്കെ വെച്ച് പരീക്ഷയ്ക്ക് എഴുതിയിട്ട് തോറ്റ പുസ്തകം വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ വീണ്ടും എഴുതാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അലസമായി പരീക്ഷയെ കാണരുത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പരീക്ഷയെ കാണേണ്ടത്. വളരെ കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണം. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ പരീക്ഷയിൽ മാർക്ക് കിട്ടൂ, പാസ്സാവുകയുള്ളൂ. ഒരു 70 മാർക്ക് കിട്ടണമെന്ന വാശിയോടുകൂടി തന്നെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 40 45 മാർക്ക് കിട്ടിയെന്ന് വരും. മാത്രമല്ല, നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായി ഒന്നും ശരിയായിക്കൊള്ളുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കുറേ ടച്ചൊക്കെ വിട്ടതിന് ശേഷമാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത്. നിങ്ങൾക്കിപ്പോഴും നിങ്ങളുടെ വീട്ടുകാര്യങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും കാര്യമായി ശ്രദ്ധയുണ്ടാവുക. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. പഠിച്ചിരുന്ന സമയത്ത് കിട്ടിയിരുന്ന ഒരു കോൺസെൻട്രേഷൻ ഒരു കാരണവശാലും ഇപ്പം നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു എഫർട്ട് എടുക്കണം. മറ്റു കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെച്ച് നന്നായി അധ്വാനിച്ച് മാത്രമേ പരീക്ഷ പ്രിപ്പയർ ചെയ്യാവൂ. അതിനനുസരിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ. ഒട്ടുമിക്കവാറും വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ ക്ലാസ് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ ഏതെങ്കിലും വിഷയങ്ങളിൽ പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ അതിന് സംവിധാനം ഒരുക്കണമെങ്കിൽ ആലോചിക്കാം. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. പ്രത്യേകിച്ച് ബികോമിലെ കോസ്റ്റ് അക്കൗണ്ടിങ് പോലുള്ള പേപ്പറുകളൊക്കെ പ്രോബ്ലം പേപ്പറുകളാണ്. അതിനൊക്കെ ഇനി വേണമെങ്കിൽ ഒരു ബാച്ച് കൂടി ഇടാൻ പറ്റുമോ എന്ന് നോക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ. ചെയ്തു തരാൻ പറ്റുന്ന ക്ലാസ്സുകൾ, ഏർപ്പാടാക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ ഞാൻ ഏർപ്പാടാക്കി തരാം. എന്തായിരുന്നാലും ശരി, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്താലും ശരി, ഇല്ലെങ്കിലും ശരി, ഏതെങ്കിലും പുസ്തകം വെച്ച് കൃത്യമായി പഠിച്ചിട്ട് മാത്രമേ പരീക്ഷ എഴുതാവൂ. മുൻകാലങ്ങളിലൊക്കെ വന്നിട്ടുള്ള റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ കുറഞ്ഞ മാർക്കിനൊക്കെ തോറ്റുപോയ ഒരുപാട് പേരുണ്ട്. ഓക്കെ. ഭൂരിഭാഗം ആളുകളും ജയിച്ചു പോകുന്നുണ്ട്. പക്ഷേ എന്നാലും അപൂർവം ചില ആളുകൾ തോറ്റുപോകുന്നതൊക്കെ ശ്രദ്ധിക്കുക. 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെയാണ്. അങ്ങനെ 1, 2, 3 മാർക്കിനൊക്കെ തോറ്റിട്ട് ഇനിയും 3, 4 കൊല്ലങ്ങൾ വീണ്ടും കാത്തിരിക്കുക എന്നതൊക്കെ പറയുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഏതെങ്കിലും കാലത്ത് ഡിഗ്രി കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഏതായാലും വൈകിപ്പോയി. ഇനിയിപ്പോൾ ഈ വൈകിയ സാഹചര്യത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ കൃത്യമായി പഠിച്ച് പരീക്ഷ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഹോൾ ടിക്കറ്റുകൾ ഇറങ്ങിയിട്ടില്ല. ഹോൾ ടിക്കറ്റ് വരാനിരിക്കുന്നേ ഉള്ളൂ. സമയമാകുമ്പോൾ ഞാൻ അറിയിക്കാം. അല്ലെങ്കിൽ പരീക്ഷ തുടങ്ങുന്നതിന് ഒരു 2 ആഴ്ച മുമ്പൊക്കെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ മറുപടി പറയാം. 4th സെമ്മിലെ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ. എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ.